ചോക്കാട് 40 സെന്റ് ആദിവാസി നഗറിലെ ആന ഭീതിക്ക് ശാശ്വത പരിഹാരം വേണമെന്ന് ആദിവാസി കുടുംബങ്ങൾ. രാത്രിയായാൽ പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഇവിടെ ഭീതിയോടെ കഴിയുന്നത് 100-ലേറെ കുടുംബങ്ങളാണ്. വീട്ടുമുറ്റത്തും പരിസരത്തും ആനക്കൂട്ടങ്ങൾ എത്തുന്നതിനാൽ പുറത്തിറങ്ങാൻ പോലും കഴിയുന്നില്ല. അത്യാവശ്യ ഘട്ടമെന്നാൽ ഇവിടേക്കൊരു വാഹനവും വരാൻ തയ്യാറാകാത്ത അവസ്ഥയാണ്. ആനകളുടെ വരവ് തടയുന്നതിന് ഫലപ്രദമായ മാർഗങ്ങളൊന്നുമില്ല. വനാതിർത്തിയുടെ ഒരു ഭാഗത്ത് ചെറിയ വോൾട്ടേജിലുള്ള സോളാർ വേലിയും കുറഞ്ഞ നീളത്തിലുള്ള മതിലുമുണ്ട്. ആനകൾ പുറത്തുണ്ടോ എന്നറിയാൻ പോലും മാർഗമില്ല. 2-3 സ്ഥലങ്ങളിൽ ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചാൽ വന്യമൃഗങ്ങൾ എത്തുന്നത് കാണാനെങ്കിലും കഴിയും. കഴിഞ്ഞ ദിവസം വെളിച്ചമില്ലാതെ മുറ്റത്തിറങ്ങിയ ആദിവാസികളായ പുഞ്ചയിൽ വെള്ളനും പത്മിനിയും കാട്ടാനയുടെ മുന്നിൽ നിന്ന് അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. 40 സെന്റ് ആദിവാസി നഗറിലെ ശോച്യാവസ്ഥയെക്കുറിച്ചും ആനശല്യത്തെക്കുറിച്ചും പലതവണ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും കാര്യക്ഷമമായ ഇടപെടൽ നടന്നിട്ടില്ലെന്ന് വാർഡ് മെമ്പർ ഷാഹിന ഗഫൂർ പറഞ്ഞു. വന്യജീവി ആക്രമണം പീഡിച്ചു കഴിയുന്ന ആദിവാസികളെ സഹായിക്കുന്നതിന് 40 സെന്റിൽ ഫോറസ്റ്റ് ഔട്ട് പോസ്റ്റ് സ്ഥാപിക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. ചോക്കാട് പഞ്ചായത്തിലെ പെടേന്താൾ വാർഡിലെ 40 സെന്റ് നഗറിൽ ആന ഇറങ്ങുന്നത് സ്ഥിരമായിരിക്കുകയാണ്. ഇപ്പോൾ എന്നും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വീടിൻ്റെ മുറ്റത്ത് ആന ഇറങ്ങി നിൽക്കുന്നതാണ്. ഇത് 1 പ്രാവശ്യം 2 പ്രാവശ്യം അല്ല ഞാനിതൊരു പരാതിയായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇതിന് മുമ്പ് ഒരുപാട് തവണകൾ ഇതിന് പരാതിയായിട്ട് തന്നെ സമർപ്പിച്ചിട്ടുണ്ട്. സഹാറ ഗോൾഡൻ ഡയമണ്ട്സ്, കോട്ടപ്പടി, മലപ്പുറം. ഫോൺ 9744 912 916.